എന്നോടൊപ്പം ഉള്ളത് നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്താണ്. അഭിജിത്ത്, എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്, ഒപ്പം തന്നെ ക്യാമ്പസുകളൊക്കെ അടയ്ക്കുന്നൊരു സമയം കൂടെയാണ്. അല്ല, പരമാവധി ആളുകൾ ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഒരു ഏപ്രിൽ 20 കൂടിയാണ് ഇലക്ഷൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായ ഏപ്രിൽ 9 ഇലക്ഷൻ വന്നിരിക്കുന്നു. ഒരൊറ്റയടിക്ക് 10-12 ദിവസക്കാലം നഷ്ടമായിരിക്കുന്നു. അപ്പോൾ ആ ചുരുങ്ങിയ സമയമേ സ്ഥാനാർത്ഥി നിലയിൽ ലഭിച്ചിട്ടുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണെങ്കിൽ വെയിലുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ചുരുങ്ങിയ സമയത്ത് ഏറ്റവും ഫലപ്രദമായി വെയിലും ഇലക്ഷൻ ചൂടിനിടയിൽ മറ്റ് ചൂടൊന്നും ഒരു ചൂടല്ലാത്ത അവസ്ഥയാണല്ലോ. കോളേജിൽ വരുന്ന ആളുകളെ നേരിൽ കണ്ട് അവരുടെ വീട്ടുകാരോടും കുടുംബക്കാരോടും നാട്ടുകാരോടുമുള്ള വോട്ടഭ്യർത്ഥന അവരിലൂടെ നടത്താനാണ് സമയം കണ്ടെത്തുന്നത്. അതിനുള്ള ഓട്ടപ്രദർശനത്തിലുമാണ്. 5.5 പതിറ്റാണ്ടായിട്ടുള്ള ഇടത് കോട്ട എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. എന്താണ് നാദാപുരത്തിൻ്റെ നിലവിലെ ഒരു ട്രെൻഡ്? എന്താണ് നാദാപുരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം തുടങ്ങി ഏതാണ്ട് ഒരു 1.5 പതിറ്റാണ്ടിലേറെയായി കോഴിക്കോടിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ സ്വാഭാവികമായിട്ട് ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായ ഘട്ടം ഈ ക്യാമ്പസിൽ നിന്നുൾപ്പെടെ UC-മാർ വന്ന് വോട്ട് ചെയ്താണ് ഞാൻ വിജയിച്ചത്. അപ്പോൾ ആ ഒരു 10-15 വർഷക്കാലം മുൻപ് തന്നെയുള്ള ആ ബന്ധം തുടരുന്നുണ്ട്. എല്ലാ ഇടങ്ങളുമായുള്ള ബന്ധം അതേപോലെ തുടരുന്ന നാടാണ് നാദാപുരവും. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ കടന്നു വന്നപ്പോൾ വലിയ സ്വീകാര്യതയാണ് എന്നെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾ നൽകുന്ന, കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഇവിടുത്തെ ഓരോ മനുഷ്യരും നൽകുന്ന പിന്തുണ, സ്നേഹം, അത് തന്നെയാണ് വലിയൊരു വിജയപ്രതീക്ഷയെ കാണുന്നത്. നാദാപുരത്ത് എന്താണ് ഇല്ലാത്തത് എന്നുള്ളതാണ്. നാദാപുരത്ത് എന്താണ് ഉള്ളത് എന്നതാവണം ആദ്യത്തെ മറുപടി. നാദാപുരത്ത് എന്തുണ്ട്? ഇവിടെ നിന്ന് മന്ത്രിമാർ കടന്നു പോയിട്ടില്ലേ? ഇവിടെ നിന്ന് ഉന്നതരായ നേതാക്കൾ കടന്നു പോയിട്ടില്ലേ? MLA-മാരെ വിജയിച്ച്. ഞാൻ ചോദിക്കുന്നു, 5.5 പതിറ്റാണ്ടായി ഒരേ കക്ഷി ഇവിടെ നിന്ന് MLA തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ട്? നാദാപുരത്തിൻ്റെ വിദ്യാഭ്യാസം പുറകോട്ടാണ്, നാദാപുരത്തെ കാർഷിക വൃദ്ധി പുറകോട്ടാണ്, ക്ഷേമ പദ്ധതികളില്ലാതെ ഈ നാട്ടിലെ പ്രവാസികളെ വേട്ടയാടുന്ന അവസ്ഥയാണ്, ഇവിടുത്തെ വിലങ്ങാട് ദുരന്തത്തിൽ പോലും മുഖംതിരിച്ച സർക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെടുത്തി തൊട്ടടുത്ത സ്ഥാനാർത്ഥിയെ അത്തരത്തിലുള്ള ഒരു പരാമർശമൊക്കെ തന്നെ അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെ നടത്തുന്നൊരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇല്ല, നോമിനിയാണ് എന്നുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് എന്നുള്ള രൂപത്തിൽ അഹമ്മദ് ദേവർകോവിൽ ഫാത്തിമ തഹ്ലിയെ കുറിച്ച് ഞാൻ നോക്കൂ. നിങ്ങൾ കേരളത്തിൽ RSSനെയും BJP-യെയും നാണിപ്പിക്കുന്ന വർഗീയത പറയുന്ന ആളുകളായി കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM മാറുകയല്ലേ. കഴിഞ്ഞ ഒരു മാസക്കാലം മുൻപാണ് കാസർഗോഡ് പോയി കേരളത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു ക്യാബിനറ്റ് മന്ത്രി കാസർഗോഡ് മലപ്പുറത്തും ജയിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആളുകളുടെ പേര് നോക്കിയാൽ കേരളത്തിൽ ധ്രുവീകരണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാരാ? ഈ ക്യാബിനറ്റ് മന്ത്രിയാണ്. ഈ പിണറായി വിജയൻ്റെ നാവായിട്ടുള്ള AK ബാലനാണ്. ഈ നാട്ടിൽ UDF അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ആഭ്യന്തരം ആര് ഭരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ രീതിയിൽ ഉളുപ്പും ലജ്ജയുമില്ലാതെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തങ്ങളുടെ ഉള്ളിലുള്ള തനി വർഗീയവാദത്തെ പുറത്തു കൊണ്ടുവരുന്ന ആളുകളായി LDF-ലെയും CPM-ലെയും ആളുകൾ മാറുന്നു. അതുകൊണ്ട് അവരത്തരം പരാമർശങ്ങൾ നടത്തും, അത്തരം ജൽപ്പനങ്ങൾ നടത്തും. പക്ഷേ ആ ജൽപ്പനങ്ങളെയെല്ലാം ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയും. ഏതായാലും നാദാപുരത്ത് ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അഭിജിത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്.